മണ്ഡപത്തിന്റെ പുറകെ വെള്ളം വിരിച്ചതാരാ? അത് അത്രയും ചുളുക്ക. ഞാൻ വൃത്തിയായിട്ട് കെട്ടിയതാണല്ലോ. നീ വല്ലതും ചെയ്തോടാ? ഞാനൊന്നും ചെയ്തില്ല. വാതകം അടിച്ചോണ്ടിരിക്കാതെ പെട്ടെന്നാവട്ടെ. 4 മണിയാകുമ്പോഴേക്കും ആൾക്കാർ വരാൻ തുടങ്ങുമെന്നാ പറഞ്ഞത്. ആന്റി അറിഞ്ഞതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ ഒരു സംശയം മാത്രം ആയിക്കൂടെ. വ്യക്തമായി അറിഞ്ഞാൽ മാത്രമേ ആന്റി ഒരു കാര്യം പറയൂ. സുധയ്ക്ക് ആ പയ്യനെ കുറിച്ച് വല്ല വിവരം കിട്ടിയിട്ടുണ്ടോ? അതൊന്നും ആന്റിക്ക് അറിയാൻ വയ്യ. പക്ഷേ എനിക്കൊരാളെ സംശയമുണ്ട്. അന്ന് പപ്പിയെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ അടുത്ത് വന്നില്ലേ? സംശയിക്കണ്ട, അവൻ തന്നെയാ. ആ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വലിയ വിളക്ക് ഒരെണ്ണമുണ്ട്. സാധാരണ ചെറുത് 5 എണ്ണവും വെക്കാറുണ്ട്, 2 എണ്ണവും വെക്കാറുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യടോ. 2 എണ്ണം മതി. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനാ ഭാവമെങ്കില് കൊന്നുകളയും ഞാൻ അവളെ. എടുത്തിയാടിയ പരിസരം അറിയും. ഇത് വളരെ ഗൗരവേറിയ വിഷയമാണ്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? പരീക്ഷയൊക്കെ എങ്ങനെ ഇരുന്നു? നന്നായിരുന്നു. എന്നാ മോള് ചെല്ലേ. മോളുവാ? അവൾക്ക് നല്ല യാത്രാക്ഷീണം ഉണ്ടാവും. മോളെ, പന്തലിന്റെ പണിയൊക്കെ കണ്ടല്ലോ. നിനക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തുറന്നു പറയാം, മടിക്കണ്ട. എല്ലാം മുത്തശ്ശന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. മതി മതി മതി. എല്ലാം നമ്മൾ അറിഞ്ഞു, അവൾക്ക് ഇതുവരെ അറിയില്ല. ആ സംസാരം മുഖഭാവം ശ്രദ്ധിച്ചോ? അവളെല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചു കഴിഞ്ഞ പോലെയുണ്ട്. ഏത് ട്രെയിനാന്നാ പറഞ്ഞത്? 8 മണിക്കെന്നാ പറഞ്ഞത്. ബാംഗ്ലൂർ വണ്ടിക്കായിരിക്കും. മുഹൂർത്തം 10-നും 10:30 ഇടയിൽ സമയമുണ്ട്. എന്തായാലും അവൾക്ക് പോകാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുക. അവൾ അറിയാതെ തന്നെ. അച്ഛനിത് എന്തിനുള്ള പുറപ്പാടാ? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അവളെ തല്ലി ചതച്ച് പൂട്ടിയിടണോ? മുഹൂർത്തത്തിന് പന്തലിലേക്ക് ഇറക്കി കൊണ്ടുവരുമ്പോ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് അവള് വിളിച്ചു പറഞ്ഞ അതോടെ വടക്കെടുത്തവരുടെ മാനം പോയില്ലടാ. നാളെ അവൾ ഒളിച്ചോടിയാ പിന്നെ നമുക്ക് അഭിമാന. അവള് രാവിലെ സ്റ്റേഷനിലെത്തട്ടെ, അവനെയും കാത്തു നിൽക്കട്ടെ. പക്ഷേ അവിടെ അവൻ ഉണ്ടാവരുത്. മനസ്സിലായോ? അവനെ കാണാതെ ആവുമ്പോ എന്റെ മോൾ ഒരുപാട് വിഷമിക്കും. അതോടെ ബോധ്യാവും അവൻ ചതിച്ചു എന്ന്. പിന്നെ അവൾ എങ്ങും പോവില്ല, തിരിച്ചു വരും. നമ്മൾ നിശ്ചയിച്ചവൻ തന്നെ അവളുടെ കാട്ടിൽ താലി കെട്ടും. മിഥുന നിശാദരബിംബം ഒരു ഹംസഗാനമകലേ ചെവിയോർക്കുമിന്ദ്രലരികേ കാർമുകിൽ തുമ്പിനിൻ അരികിൽ വരും കളഭനിലാവിൽ കതിർമഴ പൊഴിയും പ്രണയ സൗഗന്ധികങ്ങൾ ഇതൾ വിരിഞ്ഞ കാലം. എന്താ നിൽക്കുന്നത്? അപ്പുറത്ത് ചേച്ചി അവർക്ക് കഴിക്കാൻ. അതൊക്കെ ഞാൻ നോക്കണം. ആ ശരി ശരി. കവിതേ, നിനക്ക് എവിടുന്ന് കിട്ടിയടി ഇത്ര ധൈര്യം? ഒരാളെ സ്നേഹിക്കുമ്പോഴേ നിനക്കത് മനസ്സിലാവൂ. എന്താ മോളെ? എനിക്ക് കുടുംബക്ഷേത്രത്തിലൊന്ന് പോണോന്നുണ്ട്. അതിനെന്താ, മോള് പൊക്കോളൂ. കൂട്ടിന് ആരെങ്കിലും വേണോ? ശാരദേ, അല്ലെങ്കിൽ വേണ്ട. ഒറ്റയ്ക്കാവുമ്പോ ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം, അനുഗ്രഹം മേടിക്കാം. മോള് ചെല്ല്. ഇതൊക്കെ മണ്ഡപത്തിലേക്ക് കേറുമ്പോ പോരെ, മോള് ചെല്ലൂ. സംശയം തോന്നിയിട്ടില്ല. ഭഗവതി എന്റെ കൂടെ. അമ്മേ, ദൂരെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരൊന്ന് പിക്ക് ചെയ്യാൻ സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. നീ തന്നെ പോണോന്നുണ്ടോ? അവര് വേറെ ആർക്കും അറിയില്ലമ്മേ. ഞാൻ വേഗം വരാം. എന്നാ പോയിട്ട് വാ. അമ്മേ, സ്റ്റേഷനിൽ പോകുന്നതിന് എന്തിനാണ് അനുഗ്രഹം?
ബാഗൊക്കെ നേരത്തെ ജീപ്പിൽ ഒളിപ്പിച്ചു വെച്ചാൽ നന്നായി. അച്ഛൻ എന്നെ കാണാതെ ടെൻഷൻ അടിക്കും. നീ വേണം ആശ്വസിപ്പിക്കാൻ. ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. രജിസ്റ്റർ മാരേജ് ഒക്കെ നിന്റെ വീട്ടിൽ ചെന്നിട്ടാവാ അല്ലേ? അതിന് ഇനി എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണാവോ? കല്യാണത്തെക്കാളേറെ അവളെ ഒന്ന് നേരിൽ കാണുന്നതിന്റെ ത്രില്ലാണ് ഞാൻ. എങ്ങോട്ടാ രണ്ടാളും കൂടി? എന്താടാ മണിക്കുട്ട? എനിക്കൊരു സത്യം അറിയണം. എന്റെ സരസുനെ നിനക്ക് കെട്ടണോ? നീ എന്താടാ ഈ പറയുന്നേ? ചോദിച്ചതിന് സമാധാനം പറ. സരസു നിന്റെ അല്ലടാ. പിന്നെ ഇവൻ തന്നെ ഉണ്ണിത്താന്റെ അടുത്ത് എത്തിക്കാന്ന് വാക്ക് കൊടുത്തതോ? മണിക്കുട്ട, നീ തെറ്റിദ്ധരിച്ചിരിക്കാ. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാ. അല്ല, ചോദിച്ചു നോക്ക്. എനിക്ക് അവനോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. നീ എന്റെ കൂട്ടുകാരനാ. പക്ഷെ ഇവൻ എന്റെ ജീവനാ. ഇന്നെന്റെ കല്യാണമാണെന്ന് അറിയാലോ. പക്ഷെ ആ പെണ്ണിനെ കെട്ടാൻ പോകുന്നത് ഞാനല്ല, ഇവനാ. അതും എനിക്ക് വേണ്ടി. അവൻ സ്നേഹിക്കുന്ന അവന്റെ പപ്പിയെ പോലും മറന്നിട്ട്. ഇങ്ങനൊരു മനസ്സ് വേറെ ആർക്കടാ ഉണ്ടാവുക? നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. സരസു എന്നോട് പറഞ്ഞതാ. ഇതിലെന്തോ ചതിയുണ്ട്. അനിയൻകുട്ടിയെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. നിനക്ക് വേണ്ടിയാടാ ഞാൻ ഈ ചീത്ത പേരൊക്കെ കേട്ടത്. അവനെ വെറുതെ അവൻ പറഞ്ഞ സത്യ. നിന്നെ ഉണ്ണിത്താന്റെ അടുത്ത് എത്തിക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. നീ എന്തിനാ എന്റെ പപ്പിയെ സ്നേഹിച്ചേ? നിന്റെ പപ്പിയെ ഞാനോ? അതെ, നീ സ്നേഹിച്ചു. അനിയൻകുട്ടി, ഞാൻ നിന്റെ പത്മജയും എന്റെ പപ്പിയും നിനക്ക് വേണ്ടി ഉറപ്പിച്ച ആ പെണ്ണും എല്ലാം ഒന്ന് തന്നെയാ. ഈ ലോകത്ത് മറ്റാരെക്കാളും കൂടുതൽ ഞാൻ എന്റെ പപ്പിയെ സ്നേഹിക്കുന്നു. ആ അവളെ നിനക്ക് വേണ്ടി വിട്ടെറിഞ്ഞ മഹാത്മാവൊന്നുമില്ല, വെറും മനുഷ്യനാ. എനിക്ക് അവളെ വേണം. അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാനാവില്ല. നിർത്തല പുല്ലേ. എനിക്ക് വേണ്ടി ആലോചിച്ച് ഉറപ്പിച്ച എന്റെ പത്മയെ ഇത്രയും നാൾ എന്നിൽ നിന്ന് അകറ്റിയതും പോരാഞ്ഞ് ഇനി ഞാൻ നിനക്ക് അവളെ വിട്ടുതരും വേണം അല്ലേ? കാണാൻ പോലും സമ്മതിക്കില്ല നിന്നെ ഞാൻ. അതിനെനിക്ക് നിന്റെ അനുവാദം. നിന്നെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ, ഒന്നിച്ച് ജീവിക്കാനുള്ള മോഹത്തോടെ അവളിപ്പോ സ്റ്റേഷനിൽ വരും. നിനക്ക് പകരം ഞാൻ അവിടെ എത്തും. എന്നിട്ട് ഞാൻ പറയും, ഫോൺ ചെയ്യാറുള്ള അനിയൻകുട്ടി ഞാനാണെന്ന്, അവൾ ഇഷ്ടപ്പെടുന്ന അനിയൻകുട്ടി ഞാനാണെന്ന്. അവളത് വിശ്വസിക്കും. അതേ ട്രെയിനില് ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർക്ക് പോകും. പിന്നെ നീ എന്ത് തെളിവ് നിരത്തിയാലും ഒരു കാര്യമില്ല. അപ്പോഴേക്ക് അവൾ എന്റേത് മാത്രമേ കഴിഞ്ഞിരിക്കൂ. ഞാൻ വിടില്ല. രണ്ടും തള്ളി ചാകത്തിന് പിടിച്ചു മാറ്റടാ. ഇതിലേക്ക് വിട്ടാര്. ഇവൻ നമ്മളെ മാറ്റിയാ. എടാ, നീ എന്നെ വലിപ്പിക്കുമെന്ന് ഭയന്നാ ഞാൻ തേടി വന്നത്. ഏതായാലും നന്നായില്ലേ. കൊണ്ട് പോടാവനെ. ഒന്നിന്നെ ഇനി നിനക്ക് എന്തിനാ ടിക്കറ്റ്? കൊച്ചുറുപ്പിനെ കൊണ്ടുപോയി സമ്മതിക്കില്ല. നിനക്ക് എന്താ കാര്യം? ഓ, ആശ്രിത മത്സരമല്ലേ? തല്ലിക്കൊല്ലടാ ഇവരെ. മിടുക്കൻ. താങ്ക് യു.